ഈ വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ അതിലേക്ക് വഹാബിസം തലക്ക് പിടിച്ചൊരു മനുഷ്യൻ കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മൊയ്തീൻ കാക്ക. സമുദായം നന്നാവണമെങ്കിൽ നിങ്ങൾ നന്നാവണം. ഞങ്ങൾ എങ്ങനെയാണ് മൊയ്തീൻ കാക്ക നന്നാവേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഗ്യാപ്പ് പോലും തരാതെ അദ്ദേഹം തുടരുകയാണ്. ഖുതുബ ഇവർക്ക് മനസ്സിലാവുമെങ്കിൽ ഇങ്ങനെ ആവുകയില്ല. പള്ളിക്കകത്ത് ഖുതുബ മലയാളത്തിൽ ഓതി നേതാക്കന്മാരുടെ അവസ്ഥ ഇപ്പോൾ ചെറിയ രീതിയിൽ ഞാനൊരു പിക്ചറിൽ ഇവിടെ കാണിക്കുകയാണ്. തൗഹീദിന് അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കന്മാരിട്ട് വലിച്ചു കളിക്കുകയാണ്. എന്നിട്ട് നേതാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിരിക്കാക്കി ഇസ്ലാമിൽ നിന്ന് നീ പുറത്താണ് എന്ന് പറഞ്ഞു നടക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നൊരു ഘട്ടമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. ഇങ്ങനെയൊക്കെ സമുദായത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ ഇവരാരും രംഗത്തേക്ക് വരുത്തില്ല. മറിച്ച് ഇത്തരത്തിലുള്ളൊരു വിഷയം പൊതുസമൂഹത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ സംസാരിക്കാൻ നമ്മൾ മുമ്പോട്ട് വന്നാൽ അവിടെയും ആദർശവും കൊണ്ട് അദ്ദേഹം കമൻറ്റ് ബോക്സിലേക്ക് കടന്നു വരും. ഇവരുടെയൊക്കെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ. ഇപ്പം ഞാൻ പൊതുവെ വഹാബികളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാറില്ല. അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടൊരു ഉത്തരം പറയാം. അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നീട് വന്ന് ഉത്തരം പറയണം. ഇതൊന്നും ചെയ്യാതെ മഹാമോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ബോക്സിലൂടെ നിറയുകയാണ്. മരിച്ചുപോയ മനുഷ്യന്മാരെ പോലും വിടാത്ത രീതിയിലാണ് കമൻറ്റ് ബോക്സിൽ വരുന്ന രീതി. അതുകൊണ്ട് തന്നെ ഇവരോടൊക്കെ സംസാരിക്കൽ തന്നെ മടുത്തുപോയി എന്ന് തന്നെ പറയണം. മറ്റു മതസ്ഥർക്ക് പരിശുദ്ധ ഇസ്ലാമിനോടുള്ള റെസ്പെക്റ്റ് പോലും വഹാബിസത്തിലുള്ള മുജാഹിദ് സലഫി പോലെയുള്ള ആളുകൾക്കില്ലെന്ന് തന്നെ പറയണം. ഇവരുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒരു റാഹത്ത് നമ്മുടെ മനസ്സിന് കിട്ടുമോ? ഒന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം സംസാരിക്കാനുള്ള സമയം പോലും നമ്മളുടെ വേസ്റ്റാണെന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. എങ്കിലും ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് പറയാറുണ്ട്, ഉസ്താദ് ഇതിനെതിരെ പ്രതികരിക്കണം, പറയണം. ഞാൻ പറയും, മുത്തുമണികളെ, എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഇവർ നമ്മളോട് കാണിച്ച പ്രതികരണത്തിൻ്റെ കമൻറ്റ് നിങ്ങൾക്ക് ഒന്നൊന്ന് നോക്കാമല്ലോ. നിങ്ങളൊന്നൊന്ന് നോക്ക്. എന്തൊരു മോശപ്പെട്ട രീതിയിലാണ് എഴുതുന്നത്. ഇത് കാണുന്ന മറ്റുള്ളവരും കൂടി പരിശുദ്ധ ഇസ്ലാം തന്നെ എത്രത്തോളം മോശപ്പെട്ടതെന്ന് ചിന്തിച്ചു പോകേണ്ട ഒരു അവസ്ഥ പോലും ഇവരുടെ കമൻറ്റ് കൊണ്ട് പോലും വരാൻ പാടില്ല എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി ഇവരുടെ വിഷയം പറയണമെന്നില്ല. നമ്മൾ പൊതുസമൂഹത്തിലൊരു വിഷയം പറഞ്ഞാൽ ഇവർ വരും. കാര്യം ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന തലപ്പാവും ഈ കാണുന്ന വേഷവുമാണെന്ന് മനസ്സിലായില്ലേ? അതാണ് നമ്മുടെ പ്രശ്നം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.